ബിസിനസ് ചെയ്യുന്നതിനും സ്ട്രഗിളിംഗ് ഉണ്ട്, ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനും അതിൻ്റെതായ സ്ട്രഗിളിംഗ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ബിസിനസ് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 4 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിലും നാളെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ മക്കള് ജോലിക്ക് വേണ്ടി എൻ്റർ ചെയ്യുമ്പോൾ അവർ 50,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണോ നിർത്തുന്നത് അവിടെ നിന്നായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ നെക്സ്റ്റ് ജനറേഷനെ മൊത്തത്തിൽ എനിക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാനൊരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് സെയിൽസ് ടീം ബിൽഡ് ചെയ്ത് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ മക്കളെയും എൻ്റെ കസിൻസിൻ്റെ മക്കളെയൊക്കെ എനിക്ക് സിമ്പിളായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കൊരു ബില്യൺ അടിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു മില്യൺ അടിക്കാൻ എടുക്കുന്ന ടൈമിൻ്റെ പകുതി ടൈം പോലും അവർക്ക് എടുക്കത്തില്ല. ചെറുപ്പത്തിൽ തൊട്ടേ എനിക്ക് അവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജനറേഷണൽ സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. എംപ്ലോയ്മെന്റ് ഭയങ്കരം അടിപൊളിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എംപ്ലോയി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ബട്ട് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് യുവർ generational cycle, start a business.